സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരങ്ങളിൽ ഭൂരിപക്ഷവും താൻ എഡിറ്റ് ചെയ്തതും ഭർത്താവ് സംവിധാനം നിർവഹിക്കുകയും ചെയ്ത കാർബണിന് നൽകിയ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ ബീന പോളിനെതിരെ ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കം വ്യാപക പ്രതിഷേധം. കാർബണും അക്കാദമി ചെയർമാൻ കമൽ സംവിധാനം ചെയ്ത ആമിയും മത്സരത്തിന് പരിഗണിക്കരുതെന്ന സാംസ്കാരിക മന്ത്രി AK ബാലന്റെ നിർദ്ദേശം മറികടന്നാണ് ചലച്ചിത്ര അക്കാദമി അവാർഡ് വീതം വയ്പ് നടത്തിയത്. എഡിറ്റിംഗിന് അവാർഡ് നൽകാതെ ജൂറി നിഷ്പക്ഷത കാട്ടിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരടക്കം പരിഹസിക്കുന്നത്. ബീന പോളും കമലും അടങ്ങുന്ന ചലച്ചിത്ര അക്കാദമി നേതൃത്വമാണ് ജൂറിയെ തെരഞ്ഞെടുത്തത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ബീന പോളിന്റെ ഭർത്താവ് വേണു സംവിധാനം ചെയ്ത കാർബൺ എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയത്. 6 എണ്ണം. മികച്ച ഛായാഗ്രഹണം, സംഗീതം, സിംഗ് സൗണ്ട്, ശബ്ദമിശ്രണം, സൗണ്ട് ഡിസൈൻ, ലബോറട്ടറി, കളറിസ്റ്റ് അവാർഡുകളാണ് കാർബണിന് ലഭിച്ചത്. ബോളിവുഡിലടക്കം കഴിവ് തെളിയിച്ച KU മോഹൻ മികച്ച ക്യാമറമാനാണെന്നതിൽ സംശയമില്ല. എന്നാൽ കാർബണിനേക്കാൾ മികച്ച ദൃശ്യചാരുതയുള്ള സിനിമകൾ പോയ കൊല്ലം മലയാളത്തിലുണ്ടായിരുന്നു. അതിനെയെല്ലാം ജൂറിയോ ചലച്ചിത്ര അക്കാദമിയോ വിസ്മരിച്ചു. സംഗീത സംവിധാന പുരസ്കാരം നേടിയ വിശാൽ ഭരദ്വാജ് ഇന്ത്യയിലെ തന്നെ മികച്ച മ്യൂസീഷ്യനാണെന്നതിൽ തർക്കമില്ല. കാർബണിൽ അദ്ദേഹം ഈണമിട്ട ഒരു പാട്ട് പോലും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. അതേസമയം ജോസഫിലെ പൂമുത്തോളെ അടക്കം നിരവധി ഗാനങ്ങൾ പ്രേക്ഷകരുടെ ചുണ്ടിൽ ഇപ്പോഴും തത്തിക്കളിക്കുകയാണ്. സിംഗ് സൗണ്ടിലെ പുതിയ പരീക്ഷണമായ സറൗണ്ട് സിംഗ് സൗണ്ട് പരീക്ഷിച്ച മലയാള ചിത്രമായിരുന്നു പ്രാണ. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് ഇത് ചെയ്തത്. ആ ചിത്രം ജൂറിയുടെ ശ്രദ്ധയിൽ പെട്ടില്ലേ അതോ പരിഗണനയ്ക്ക് എത്തിയില്ലേ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. അക്കാദമി ചെയർമാൻ കമലിന്റെ ആമിക്ക് അവാർഡിനെ പരിഗണിക്കേണ്ട നിലവാരം പോലും ഉണ്ടായിരുന്നില്ല. ആ ചിത്രത്തിന് 2 അവാർഡാണ് നൽകിയത്, മികച്ച ഗായികയും പശ്ചാത്തല സംഗീതവും. ബിജിപാൽ നല്ല സംഗീതം സൃഷ്ടിക്കുന്ന ആളാണെങ്കിലും ജോസഫിൽ അനിൽ ജോൺസൺ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും ആമിയിലേതിനേക്കാൾ മനോഹരവുമാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ ഏറെ നിഷ്പക്ഷത ഉണ്ടായിരുന്നു. വിനായകനും ഇന്ദ്രൻസിനും അവാർഡ് ലഭിച്ചതും അങ്ങനെയാണ്. എന്നാൽ ഇത്തവണ ജൂറി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്നവർ നിഷ്പക്ഷത കാട്ടിയിട്ടില്ല. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്ന പലരെയും തിരുത്തി കയറ്റി അവാർഡ് വീതം വെച്ചു. കുമാർ സാനിയെ പോലെ വലിയൊരു സംവിധായകൻ ജൂറി ചെയർമാനായി എത്തിയെന്നത് അഭിമാനമായിരുന്നു. എന്നാൽ അക്കാദമി നേതൃത്വം ജൂറി അംഗങ്ങളെ ഉപയോഗിച്ച് ജൂറി ചെയർമാന്റെ തീരുമാനങ്ങളെ അട്ടിമറിച്ചു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിച്ചില്ല. അത് സർക്കാരിനും ചലച്ചിത്ര മേഖലയ്ക്കും വലിയ നാണക്കേടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.